ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മളുള്ളത് ലുസാനിലാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിരുന്നു, കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു ലുസാനിലൂടെ വിസിറ്റ് ചെയ്യുന്നതെന്ന്. അപ്പോൾ സൂറിച്ചിൽ നിന്ന് നമുക്ക് 1 മണിക്കൂർ ട്രാവൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ എത്താൻ പറ്റും. ഇത് എല്ലാ ടൂറിസ്റ്റുകളും വിസിറ്റ് ചെയ്തിരിക്കേണ്ട ഒരു സ്ഥലമാണ് സ്വിറ്റ്സർലാൻഡിൽ. മോസ്റ്റ് ഓഫ് ദി ടൂറിസ്റ്റ് ഇവിടെ വന്ന് കാണാറുണ്ട്. അപ്പോൾ സ്വിറ്റ്സർലാൻഡിലെ ഒരു നല്ലൊരു ഹോട്ട്സ്പോട്ടായിട്ടുള്ള ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ് ലുസാണ്. ഈ കാണുന്നതെന്ന് പറഞ്ഞെങ്കിൽ ഇവിടെ ഒരു വലിയൊരു ലേക്ക് ഉണ്ട്, ലേക്ക് ലുക്സാൻ എന്ന് പറയും. അപ്പോൾ അവിടുന്ന് വരുന്ന ഒരു കനാലാണ്, അവിടുന്ന് വരുന്ന വെള്ളമാണ്. ഇപ്പോൾ സിറ്റിയുടെ നടുക്കിൽ കൂടെയുള്ള ഈ ഒരു കനാൽ കാണാൻ ഭയങ്കര ഭംഗിയാണ്. വെള്ളമൊക്കെ നല്ല ക്ലിയർ വെള്ളമാണുള്ളത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അവർ ചെറിയ ബ്രിഡ്ജുകളൊക്കെ പണിതിട്ടുണ്ട് അങ്ങോട്ട് കണക്ടിവിറ്റി അപ്പുറത്തെ സൈഡിലേക്ക്. ഇതിങ്ങനെ 1-2 ബ്രിഡ്ജുകൾ ഇങ്ങനെ കാണാനുണ്ട് ഇവിടെ. അപ്പോൾ നമുക്ക് എന്തായാലും ബ്രിഡ്ജൊക്കെ ഒന്ന് കവർ ചെയ്തിട്ട് വരാം. നമുക്ക് ഇവിടെയൊക്കെ നടന്ന് അപ്പുറത്തേക്ക് നടന്ന് പോയിട്ട് വരാം. അപ്പൊ നമ്മളിതേ ആ ബ്രിഡ്ജിലേക്ക് കയറിയിട്ടുണ്ട്. ഇപ്പൊ ഈ ബ്രിഡ്ജിന്റെ പേരെന്ന് പറഞ്ഞെങ്കിൽ കപ്പേൽ ബ്രൂക്കെ എന്നാണ്. കപ്പേൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടില് കപ്പേളെന്ന് പറയില്ലേ, അത് തന്നെ കപ്പേൽ ബ്രൂക്കെ. അത് ഇവിടുത്തെ ഏതോ ഒരു ഫേമസ് പള്ളിയുടെ പേരിലാണ് ഈ ബ്രിഡ്ജിന് പേരിട്ടിരിക്കുന്നത്. അപ്പൊ ഈ ബ്രിഡ്ജിന്റെ മേളിലൊക്കെ 17th സെഞ്ചുറി 17th സെഞ്ചുറിയിൽ ചെയ്തിട്ടുള്ള കുറെ പെയിന്റിങ്സ് ഒക്കെ കാണാൻ പറ്റും, മേളിലേക്ക് നോക്കി കാണാൻ പറ്റും. അപ്പോൾ ഇത് വളരെ പഴയൊരു ബ്രിഡ്ജാണ്. ഇവിടെ യൂറോപ്പിലുള്ളതിൽ ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ള വുഡൻ ബ്രിഡ്ജാണ് ഈ ബ്രിഡ്ജ് എന്നാണ് പറയണത്. ഈ ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുകളിലൊക്കെ എപ്പോഴും ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ബ്രിഡ്ജാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഏതെങ്കിലും പാക്കേജോ എന്തെങ്കിലുമൊക്കെ നോക്കുകയാണെങ്കിൽ കാണാൻ പറ്റും, ഈ ബ്രിഡ്ജിൻ്റെ ഒക്കെ ഫോട്ടോ കാണാൻ പറ്റും. ഇപ്പം നമ്മളിത് ആ ബ്രിഡ്ജ് ഇറങ്ങി ഇവിടുന്ന് അങ്ങോട്ട് ഇപ്പുറത്തെ സൈഡിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം വെള്ളത്തിൻ്റെ മേളിൽ കെട്ടി ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സെറ്റപ്പ് ഒക്കെ തന്നെയാണ്. നല്ല ഭംഗിയാണ്. സിറ്റിയുടെ അപ്പുറത്തെ സൈഡ് കാണാൻ നല്ല ഭംഗിയാണ്. പഴയ ബിൽഡിങ്സുകളൊക്കെ ഒരുപാട് മുമ്പും ഇങ്ങനെ ബിൽഡ് ചെയ്തിട്ടുള്ള ബിൽഡിങ്സ് ആണ്. അപ്പോൾ അതെല്ലാം കാണാൻ നല്ല ഭംഗിയാണ്. നമ്മൾ സിറ്റി ഒന്ന് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ഇവിടെ നടക്കാനുള്ള ഒരു പ്ലാനാണ്. അതൊന്നും ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ അവിടെ സിറ്റി ടൂറിന് പോകുന്ന ഒരു ട്രെയിൻ, ചെറിയൊരു ട്രെയിൻ പോലുള്ളൊരു വണ്ടി വരുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് കയറുവാണെങ്കിൽ ഇവർ ഈ സിറ്റി മൊത്തം കാണിച്ചു തരും. എത്രയാണ് ടിക്കറ്റ് എന്ന് നമ്മൾ ചോദിച്ചിട്ടില്ല, അറിയില്ല. എന്തായാലും അതിനകത്ത് കയറുന്നില്ല നമ്മൾ തൽക്കാലം. വേറൊരു ദിവസം വരുമ്പോൾ കയറാന്ന് വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ പിന്നെ ഇത് അതിനുള്ള സമയം നമുക്കില്ല ഇപ്പം. ഇത് മൊത്തം സിറ്റി കാണിക്കുമെന്നാണ് അവർ പറയുന്നത്, ഈ ട്രെയിൻ പോലുള്ള വണ്ടി. അപ്പം നടക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ ഈ വണ്ടിയിൽ കയറാൻ പറ്റും. പ്രായമായിട്ടുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ വണ്ടിയിൽ കയറി സിറ്റി മൊത്തം കാണാൻ പറ്റും. നമുക്ക് പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നല്ല ക്ലൈമറ്റാണ്. നല്ല വെയിലുണ്ടെങ്കിലും നല്ല തണുപ്പായിട്ടുള്ള ഒരു കാലാവസ്ഥയാണ്. അധികം തണുപ്പില്ല, എന്നാലും നല്ലൊരു ഐഡിയൽ ടെമ്പറേച്ചർ. നമുക്ക് നടന്നൊക്കെ കാണാൻ പറ്റി നല്ല അടിപൊളി ഒരു ടെമ്പറേച്ചറാണ്. അപ്പോൾ നല്ല നമുക്ക് നടന്ന് കാണാമെന്ന് വെച്ചിരിക്കുകയായിരുന്നു സിറ്റി. അതേ വരുന്ന ട്രെയിൻ, നമ്മുടെ മറ്റേ ട്രെയിൻ ഇപ്പോൾ കറങ്ങി അടിച്ചത് ഇതുവഴി എത്തിയിട്ടുണ്ട്. ഞങ്ങൾ ഇതുവഴി ഇങ്ങനെ നടന്നപ്പോൾ ഇപ്പോൾ അത് എവിടെയെങ്ങാണ്ടൊക്കെ കറങ്ങി അടിച്ചിട്ട് തിരിഞ്ഞ് ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട് ട്രെയിൻ. ഇതേപോലെ എല്ലാ സ്ഥലങ്ങളിലേക്കും ഈ ട്രെയിൻ പോകുന്നുണ്ട്. ഈ കുട്ടി ട്രെയിനിൽ കയറിയാൽ നമുക്ക് മൊത്തം കാഴ്ചകൾ ഇവിടെ നിന്ന് കാണാൻ പറ്റും. നടന്ന് ക്ഷീണിക്കേണ്ട ആവശ്യമില്ല. ഈ ഈസ്റ്റ് ഏഷ്യൻ കൺട്രീസ്, അതായത് ജപ്പാൻ അല്ലെങ്കിൽ ചൈന, തായ്ലൻഡ്, വിയറ്റ്നാം, ഇന്തോനേഷ്യ അങ്ങനത്തെ സ്ഥലങ്ങളിൽ നിന്നൊക്കെ ഒരുപാട് പേര് ഇവിടെ യൂറോപ്പിൽ കാണാൻ വേണ്ടി വന്നിട്ടുണ്ട്. അവരിപ്പോൾ നേരത്തെ സൂറിച്ചിൽ പോയപ്പോഴും അവരെ ഒരുപാട് കണ്ടിരുന്നു. ഇപ്പോഴും ഇവിടെയും കാണാനുണ്ട് ഒരുപാട് പേരെ. ഈ കാണുന്നത് ബസ് സ്റ്റേഷനാണ്. അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ട്രെയിൻ സ്റ്റേഷനുണ്ട്. അപ്പോൾ പല സ്ഥലങ്ങളിൽ നിന്നുള്ള ട്രെയിൻസ്, സൂറിച്ച് അതുപോലെ തന്നെ പല സിറ്റികളിൽ നിന്നുള്ള ട്രെയിനും അതുപോലെ തന്നെ ബസ്സുകളൊക്കെ ഇങ്ങോട്ട് വരുന്നുണ്ട്. വളരെ നല്ല ആക്സസിബിൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ലുസാൻ. നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഇവിടെ എത്താൻ പറ്റും. ഇവിടുത്തെ ലേക്കിൽ ഒരു ബോട്ട് സർവീസ് ഉണ്ടെന്ന് കേട്ടു. അപ്പോൾ അതിന് അറിയാനായിട്ട് നമ്മൾ അങ്ങോട്ട് നടക്കുകയാണ്. ബോട്ട് സർവീസിൻ്റെ പ്രൈസ്, ഡ്യൂറേഷനൊക്കെ അറിയാനായിട്ട് ഞങ്ങൾ പ്രൈസ് എല്ലാം ചോദിച്ചു. ഭയങ്കര റേറ്റ് ആണ്. 38 യൂറോ ആണ് വരുന്നതിൻ്റെ ചാർജ്. അതായത് ഏകദേശം 3500 രൂപ ഒരാൾക്ക് വരുന്ന ചാർജ്. നമ്മളിപ്പോൾ ബോട്ടിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം ആൾക്കാർ എൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ. എല്ലാവരും ടിക്കറ്റ് എടുത്ത് കയറിയിട്ടുണ്ട്. അപ്പോൾ ഈ ബോട്ടിൽ കയറിയിട്ടെങ്കിൽ സിറ്റിയുടെ ഈ ലുസാൻ ലേക്കിൻ്റെ പല സ്ഥലങ്ങളിൽ നമുക്ക് എത്തിപ്പെടാൻ പറ്റും. അതുപോലെ തന്നെ ഈ ലേക്കിൻ്റെ ഭയങ്കര ഭംഗിയുള്ള കാഴ്ചകൾ അതെല്ലാം കാണാൻ പറ്റും. നല്ല അടിപൊളി ഒരു ക്ലൈമറ്റാണ്. പ്ലസ് ഇവിടെ ചുറ്റും ലേക്കിന് ചുറ്റുമുള്ള മൗണ്ടെയിൻസ് അതെല്ലാം നല്ല രസമാണ് കാണാനായിട്ട്.
സൂക്ഷിച്ചു നോക്കി കാണാൻ പറ്റും. ആ മൗണ്ടൻസിന്റെ മുകളിലൊക്കെ മഞ്ഞ് വീണ് കിടക്കുന്നുണ്ട്. നല്ല ഹയസ്റ്റ് പോയതാണ്ട് പോയിന്റ് ആയതുകൊണ്ട് അവിടെയൊക്കെ മഞ്ഞ് ഇങ്ങനെ കിടക്കുന്നുണ്ട്, കാണാൻ പറ്റുന്നുണ്ട്. നല്ല വ്യൂ ആണ് കാണാനായിട്ട്. കുറെ പേര് ഈ കുട്ടി ബോട്ടുകൾ, ചെറിയ ചെറിയ ബോട്ടുകൾ റെന്റിന് എടുത്ത് നടക്കുന്നുണ്ട് ഈ ലേക്കിൽ. അതായത് കുറെയൊക്കെ ഹാൾട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് റെസ്റ്റ് ചെയ്യാനൊക്കെ പറ്റും. അത്യാവശ്യം നല്ല സെറ്റപ്പ് ഒക്കെ ഉള്ള കുട്ടി ബോട്ടുകളാണ്. നല്ല നല്ല രസമാണ് കാണാനായിട്ട്. ഇതിവിടെ റെന്റിന് കിട്ടാനുണ്ട്. ഇവിടെ എനിക്ക് തോന്നുന്നത് നല്ല റേറ്റ് ആയിരിക്കും, പക്ഷെ റെന്റിന് എടുത്ത് നമുക്ക് ഇതേപോലെ കറങ്ങാൻ പറ്റും ചെറിയ ചെറിയ ബോട്ടുകളിൽ. നമ്മുടെ ഈ ബോട്ടിൽ അത്യാവശ്യം ആൾക്കാർ കയറിയിട്ടുണ്ട് കേട്ടോ. പ്രൈസൊക്കെ വകവയ്ക്കാതെ ഒരുപാട് പേര് കയറിയിട്ടുണ്ട് ബോട്ടിൽ. എല്ലാവരും വീഡിയോയും ഫോണും എല്ലാം പിടിച്ച് ക്യാമറയൊക്കെ പിടിച്ച് നിൽക്ക് എല്ലാം ഫുൾ കവർ ചെയ്തുകൊണ്ടിരിക്കുക ഭംഗിയെ കാണാനായിട്ട്. അധികം സൂം ചെയ്യാൻ പറ്റുന്നില്ല, ക്യാമറ അത്ര പ്രൊഫഷണൽ ക്യാമറ ഇല്ലാത്തതുകൊണ്ട്, മൊബൈൽ ക്യാമറ ആയതുകൊണ്ട് അധികം സൂം ചെയ്ത് നമുക്ക് കാണിക്കാൻ പറ്റുന്നില്ല കേട്ടോ. ഇതിന്റെ ഇടയ്ക്ക് ഈ ലേക്കിന്റെ ഇടയ്ക്ക് ഐലൻഡ് പോലെ എന്തൊക്കെ കാണാനുണ്ട്. ഇത് ഐലൻഡ് പോലെ എന്തോ സംഭവം കാണാനുണ്ട് കേട്ടോ. വീടോ കൊട്ടാരോ എന്തോന്ന് അറിയില്ല, വെക്കേഷൻ ഹോളിഡേ ഹോം ആണോ എന്താന്നറിയില്ല. അടിപൊളി ഒരു സംഭവം കണ്ടു. ഇപ്പൊ നമ്മൾ ഫസ്റ്റ് ഹാൾട്ട് പോയിന്റ് എത്താറായിട്ടുണ്ട്. എന്തോ നല്ല അടിപൊളി റിസോർട്ട് കാണാനുണ്ട്. ലേക്ക് സൈഡിലുള്ള അടിപൊളി റിസോർട്ടാണ് കാണാനായിട്ട്. എത്ര രൂപയാണ് ഇതിന്റെ റേറ്റ്, റൂം ചാർജുകളൊന്നും അറിയില്ല. നെറ്റിൽ നോക്കിയാൽ കാണാൻ പറ്റുമായിരിക്കും, ചെയ്യാൻ പറ്റുമായിരിക്കും. പക്ഷെ അടിപൊളി റിസോർട്ടാണ്, നല്ല രസം കാണാനായിട്ട്, നല്ല വ്യൂ. ഇപ്പൊ നമ്മളവിടെ ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെ ഫസ്റ്റ് ഹാൾ പോയിന്റിൽ ഇറങ്ങി ഇപ്പോൾ ജസ്റ്റ് ഒന്ന് നടക്കാന്ന് വെച്ചു. അപ്പൊ അതിന് മുമ്പ് ഞങ്ങൾ റെസ്റ്റോറന്റിൽ കയറിയിരുന്നു. ഇവിടെ അടുത്തുള്ള ലേക്ക് സൈഡിലുള്ള അത്യാവശ്യം എക്സ്പെൻസീവ് ആയിട്ടുള്ള റെസ്റ്റോറന്റ് ആയിരുന്നു. എന്നാൽ കുഴപ്പമില്ല, ചെറുതായിട്ട് ഡ്രിങ്ക്സ് അതുപോലെ തന്നെ ചെറിയ സ്നാക്ക് എല്ലാം കഴിച്ച് നമ്മൾ നടക്കാൻ ഇറങ്ങിയതാണ്. നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇവിടുത്തെ റോഡുകൾ. ഇതൊക്കെ നല്ല വില കൂടിയ വില്ലകളും ഒരുപാട് സംഭവങ്ങൾ കൂടി ഉണ്ട് കേട്ടോ. ചെറിയൊരു പയ്യൻ സൈക്കിൾ കൊണ്ട് വരുന്നുണ്ട്. ഇവിടെ ഹോട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ട് അത്യാവശ്യം. നമ്മളുള്ളതെന്ന് പറഞ്ഞാൽ ലേക്കിന്റെ നടുക്കുള്ള ഒരു ഐലൻഡിലാണ് ഉള്ളത്. നല്ല അടിപൊളി ഒരു വെക്കേഷൻ ഹോളിഡേ ചെയ്യാൻ പറ്റിയ അടിപൊളി സ്ഥലമാണ്, ബീച്ചാണ്. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ വന്ന് ഇപ്പൊ താമസിക്കുകയും ചെയ്യാം. നമ്മളെന്തായാലും ഇപ്പൊ നടന്ന് അടുത്ത ബോട്ട് കയറാനുള്ള പോയിന്റിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് തിരിച്ച് നമ്മുടെ ലുട്സൺ സിറ്റിയിലേക്കുള്ള ബോട്ട് കിട്ടും. അപ്പോൾ അതിനുവേണ്ടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ബട്ട് ഇതിന് സെപ്പറേറ്റ് ടിക്കറ്റ് എടുക്കേണ്ട കാര്യമില്ല. നമ്മളൊരു ടിക്കറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം മതിയായിരിക്കും, നമുക്ക് ഇത് ട്രാവൽ ചെയ്യാൻ പറ്റും. നമുക്ക് പോകാനുള്ള ബോട്ട് വന്നിട്ടുണ്ട്. എന്തായാലും നമ്മൾ ഇതിൽ കയറി പോവാണ്. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. എന്താണെന്ന് വെച്ചാൽ ഫോണിൻ്റെ ചാർജ് തീരാറായിട്ടുണ്ട്. അതുകൊണ്ട് നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ബാക്കി വിശേഷങ്ങൾ കാണാം. ഇനി അടുത്ത വല്ല സിറ്റികളിൽ പോകണമെങ്കിൽ അതെല്ലാം കാണിച്ചു തരാം.